സീക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റോർ കീപ്പർ, അറ്റൻഡർ, സെയിൽസ്മാൻ, മാട്രൺ, ഗ്രേഡ് 1 തുടങ്ങിയ തസ്തികൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ സർക്കാരിന്റെ വിവിധ പദ്ധതികൾ കുറിച്ചിട്ടാണ്. മിക്കവാറും പദ്ധതികൾ എപ്പോഴും തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ കുറെ പദ്ധതികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് മുഴുവൻ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ. ഈ ദിവസങ്ങൾ കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടി ചോദ്യം ഉത്തരമായിട്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട്, അതായത് പൊതുവിജ്ഞാനം, മാത്സ്, സയൻസ്, SCRT, പ്രീവിയസ് ഇയർ സെറ്റ് ഫുള്ള് കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. മാറ്ററിന്റെ സ്റ്റഡി മെറ്റീരിയലാണെങ്കിൽ മാറ്റർ എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് അയക്കുക. അതുപോലെ നമ്മൾ 25 മോഡൽ എക്സാമും തയ്യാറാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമന്റ് എവിടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പഠിക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ, സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ചിട്ടാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുവാൻ ബാലസഭയിലെ അംഗങ്ങളായ 13 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളിൽ സജ്ജരാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ബോധവൽക്കരണ പരിശീലന പദ്ധതി സജ്ജം. ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ. അപ്പൊ നമ്മള് ഈ സജ്ജം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? സജ്ജരാക്കാൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ സജ്ജം പദ്ധതിയാണെന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ പറഞ്ഞേ, പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുവാൻ ബാലസഭയിലെ അംഗങ്ങളായ 13 മുതൽ 17 വയസ്സുള്ള കുട്ടികളെ സജ്ജരാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ബോധവൽക്കരണ പരിശീലന പരിപാടിയാണ് ഏത്? സജ്ജം എന്ന് പറയുന്നത്. ഇനി മത്സ്യത്തൊഴിലാളികൾ വിഭാഗത്തിൽപ്പെട്ട തൊഴിലന്വേഷകർക്കായി കേരള നോളജ് ഇക്കോണമിക്കൽ മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? തൊഴിൽ തീരം. അപ്പൊ തീരം എന്ന് പറഞ്ഞ എവിടെയാ? കടൽപ്പുറമാണല്ലേ തീരം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീരം, അപ്പൊ അവിടെ മത്സ്യത്തൊഴിലാളികളായിരിക്കും അവിടെ ഉള്ളതെന്ന് ഓർക്കും. മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് തൊഴിൽ തീരം എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പൊ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്കായി, അപ്പൊ അവർ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ തീരം എന്ന വാക്ക് എന്തിലേക്ക് കണക്ട് ചെയ്യുക? മത്സ്യത്തൊഴിലാളികൾ, തീരത്ത് താമസിക്കുന്നവർ, കടൽ തീരത്ത് താമസിക്കുന്നവർ ആരാ? മത്സ്യത്തൊഴിലാളികളാണ് അല്ലെ. അപ്പോ തൊഴിൽ അന്വേഷിക്കുന്ന, അപ്പൊ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷിക്കുന്നവർക്കുമായി ബന്ധപ്പെട്ട പദ്ധതി വാക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക, തൊഴിൽ തീരം. അപ്പൊ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കണം. കാരണം ഒത്തിരി സർക്കാർ പദ്ധതികളുണ്ട്. അപ്പൊ ഈ സർക്കാർ പദ്ധതികൾ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതികളാണ്. ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കൂടിയുണ്ട്. അപ്പൊ ഈ കൺഫ്യൂഷൻ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് കണക്ട് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പൊ അതങ്ങനെ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, കേരള നോളജ് ഇക്കോണമി മിഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കായി നടപ്പിലാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതി. അപ്പോൾ കേരള നോളജ് ഇക്കോണമി മിഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി നടപ്പിലാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതിയാണ് ഏത്? പ്രൈഡ്. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ നോക്കി? ഒന്ന്, പ്രകൃതി ദുരന്തങ്ങൾ അഭിമുഖീകരിക്കാൻ ബാലസഭയിൽ അംഗമായ 13 മുതൽ 14 വയസ്സുള്ള കുട്ടികളെ സജ്ജരാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ബോധവൽക്കരണ പരിശീലന പരിപാടി. വാക്ക് ഓർക്കണം, സജ്ജരാക്കാൻ, സജ്ജം പദ്ധതി. ഓക്കെ. ഇനി മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്കായി കേരള നോളജ് ഇക്കോണമി മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, തീരത്ത് താമസിക്കുന്നവർക്ക് എന്താണ്? തൊഴിൽ തീരം. കേരള നോളജ് ഇക്കോണമി മിഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗക്കായി നടപ്പിലാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതി ഏതാ? പ്രൈഡ്. അടുത്തരം പഠിച്ചില്ലേ? അപ്പൊ ഇനി അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. അടുത്ത് പഠിക്കാം. യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി നടപ്പിലാക്കുന്ന തൊഴിൽ പരിശീലന പരിപാടി. അപ്പോ യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി നടപ്പിലാക്കുന്ന തൊഴിൽ പരിശീലന പരിപാടി ഏതാണ്? മാരിവില്ല്. ഏതാണ്? മാരിവില്ല്. നെക്സ്റ്റ്, സംസ്ഥാനത്ത് പരിസ്ഥിതി സൗഹൃദ ഊർജോൽപാദനം വർദ്ധിപ്പിക്കാനായി KCBയുടെ പുരപ്പുറ സൗരോർജ പദ്ധതി. അപ്പോൾ സംസ്ഥാനത്തെ പരിസ്ഥിതി സൗഹൃദമാക്കാൻ വർദ്ധിപ്പിക്കാനുള്ള KCBയുടെ പുരപ്പുറ സൗരോർജ പദ്ധതിയാണ് ഏത്? സൗര. അപ്പൊ സൗര എന്തുമായി ബന്ധപ്പെട്ടതാണ്? KCBയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ഓർക്കുക. അപ്പോൾ KCBയുടെ പുരപ്പുറ സൗരോർജ പദ്ധതി. അപ്പൊ സൗരോർജ പദ്ധതി കണക്ട് ചെയ്ത് ഓർക്കുക, എന്താണത്? സൗരയാണെന്ന് ഓർക്കുക. പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? പഞ്ചമി. ഓക്കെ. പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പഞ്ചമി. പണ്ട് ഊരൂട്ടമ്പല സ്കൂളില് പഞ്ചമി എന്ന് പറയുന്ന കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് അയ്യങ്കാളി ചേർക്കാൻ ചെന്നപ്പോഴല്ലേ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമൊക്കെ ഉണ്ടായത്. അപ്പൊ കുട്ടിയുടെ പേരെന്തായിരുന്നു? പഞ്ചമി ആയിരുന്നു. പഞ്ചമി എന്ന് പറയുന്ന കുട്ടി ഒരു പിന്നോക്ക വിഭാഗത്തിൽ പെടുന്ന ഒരു കുട്ടിയായിരുന്നു. ഇവിടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട
ഇതിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. പട്ടികജാതി വിഭാഗത്തിലെ തൊഴിലന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. എന്തായിരുന്നു കുട്ടിയുടെ പേര്? പഞ്ചമി. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനം ഉറപ്പാക്കുന്ന പദ്ധതി. അപ്പൊ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ട്രൈബൽ പ്ലസ്. എന്താണ്? ട്രൈബൽ പ്ലസ് എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ നമ്മൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി 100 ദിവസത്തെ പദ്ധതി എല്ലായിടത്തും ഉണ്ടല്ലേ. അതിന്റെ വേറൊരു വകഭേദമാണ് ഏത്? ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതി. 100 തൊഴിൽ ദിനങ്ങളാണ് ഇവിടെ എത്രയാ? 200 തൊഴിൽ ദിനങ്ങളാണെന്ന് വ്യത്യാസമുണ്ട്. അപ്പൊ എന്താന്ന് ഓർത്തിരിക്കണം? ട്രൈബൽ പ്ലസ്. ട്രൈബൽ പ്ലസ് പദ്ധതി രാജ്യത്ത് ആദ്യമേ നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളമാണ്. അപ്പൊ ഓർക്കണേ എന്തൊക്കെയാ അപ്പൊ തന്നെ പറഞ്ഞ് ഇപ്പൊ തന്നെ പഠിച്ചു നോക്കോളൂട്ടോ. പിന്നെ റിവിഷൻ ചെയ്യാൻ സമയമില്ല നമുക്ക്. യുവജന ക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടി ഏതാ? മാരിവില്ല്. സംസ്ഥാനത്ത് പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കാനായി KCBയുടെ പൂരപ്പുറ സൗരോർജ പദ്ധതി സൗരോർജ പദ്ധതി സൗര. പട്ടികജാതി വിഭാഗത്തിലെ തൊഴിലന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാ? പഞ്ചമി. ഓക്കെ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ട്രൈബൽ പ്ലസ്. ഇനി അതിഥി തൊഴിലാളികളെ മലയാളം ഭാഷയിൽ സാക്ഷരതാക്കുവാൻ മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അനന്യ മലയാളം. ഓക്കെ. അപ്പൊ അതിഥി തൊഴിലാളികളെ മലയാളം ഭാഷയില് സാക്ഷരതയുള്ളവരാക്കാൻ മലയാളം മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ഏതിന്റെ പദ്ധതിയാ? മലയാളം മിഷന്റെ പദ്ധതിയാണ്. അപ്പൊ ഈ മലയാള മിഷന്റെ പദ്ധതി മലയാളം എന്ന വാക്ക് കണക്ട് ചെയ്യുക. ദെൻ അന്യ തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ എന്നാണല്ലോ അവരെ പറയാ. അപ്പൊ അന്യ തൊഴിലാളികൾ. അപ്പൊ അന്യ മലയാളം എന്ന് ഓർക്കുക കേട്ടോ. അവരെ പഠിപ്പിക്കാൻ മലയാളത്തില് സാക്ഷരത ആക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളിൽ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ശലഭം. അപ്പൊ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിക്കുന്ന പദ്ധതി. അപ്പൊ എന്താണ്? കുഞ്ഞു മക്കളാണ്, അവർ ശലഭങ്ങളാണെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളിൽ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ശലഭം. ഇനി വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീയുടെ ആരോഗ്യ പരിപാലന പദ്ധതി. വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീയുടെ ആരോഗ്യ പരിപാലന പദ്ധതിയാണ് ഏത്? സാന്ത്വനം എന്ന് പറയുന്നത്. ഏതാണ്? സാന്ത്വനം എന്ന് പറയുന്നത്. അപ്പൊ എന്താ നോക്കിക്കേ, അത് തൊഴിലാളികളെ മലയാളം ഭാഷയിൽ സാക്ഷരതയുള്ളവരാക്കാൻ മലയാളം മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി അനന്യ മലയാളം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾ ശലഭങ്ങളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ശലഭം എന്ന വാക്ക് കണക്ട് ചെയ്യുക. വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീയുടെ ആരോഗ്യ പരിപാലന പദ്ധതി ഏതാണ്? സാന്ത്വനമാണ്. ഏതാണ്? സാന്ത്വനം. ഇനി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ലഭ്യമാക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പൊ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ലഭ്യമാക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? കർമാചാരി. എന്താണ്? കർമാചാരി. അപ്പൊ വിദ്യാർത്ഥികളുടെ പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യുക എന്നൊരു കോൺസെപ്റ്റ് ആണ് ഈ കർമാചാരി എന്ന് വിളിക്കുക. കുട്ടികളുടെ ധർമ്മം എന്താണ്? പഠിക്കുകയാണ് കുട്ടികളുടെ ധർമ്മം എന്ന് കണ്ടിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് ഓർക്കുക. കൊച്ചിയിലാണ് ഈ പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച പദ്ധതി. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക. അപ്പൊ കളിക്കളം എന്നൊരു വാക്ക് അതിനകത്ത് വരുന്നുണ്ടല്ലേ. ഒരു പഞ്ചായത്തില് ഒരു കളിക്കളം, ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം. അപ്പൊ സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലാണ് കളിക്കളം ഒരുക്കുക. അപ്പൊ ബാക്കി തന്നെ ഉണ്ടല്ലോ അതിന്റെ പേരെന്താണ്? ഒരു പഞ്ചായത്തില് ഒരു കളിക്കളം. ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം എന്താണ്? സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാരിന്റെ പദ്ധതി. ഇനി വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര വിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതി. വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? നവകിരണം. ഏതാണ്? നവകിരണം. അപ്പൊ വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? നവകിരണം. എന്താണ്? നവകിരണമാണെന്ന് ഓർക്കുക കേട്ടോ.
ഇനി കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഡിജി കേരളം. അപ്പൊ ആ വാക്കിൽ തന്നെ ഉള്ള ഡിജിറ്റൽ സാക്ഷരത ആക്കുക. അപ്പൊ ഡിജി കേരളം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഏതാണ്? ഡിജി കേരളമാണ്. വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതി ഏതാണ്? നവകിരണമാണ്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഡിജി കേരളമാണ്. ഇനി ബഡ് സ്കൂളുകളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി തിരുവനന്തപുരം ജില്ലാ കുടുംബശ്രീയുടെ നേതൃത്വം നടത്തുന്ന സാമൂഹ്യ പിന്തുണ പദ്ധതി. ബഡ് സ്കൂളുകളിലെ കുട്ടികളുടെ സുരക്ഷിതയ്ക്കായി കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി തിരുവനന്തപുരം ജില്ലാ കുടുംബശ്രീയുടെ നേതൃത്വം നടത്തുന്ന സാമൂഹ്യ പിന്തുണ പദ്ധതി. ബഡ് സ്കൂളുകളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി തിരുവനന്തപുരം ജില്ലാ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാമൂഹിക പിന്തുണ പദ്ധതിയാണ് ഏത്? മുകുളം. ഏതാണ്? മുകുളം. അപ്പൊ ബഡ് സ്കൂളുകളിൽ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി തിരുവനന്തപുരം ജില്ലാ കുടുംബശ്രീയുടെ നേതൃത്വം നടത്തുന്ന സാമൂഹ്യ പിന്തുണ പദ്ധതി ഏതാണ്? അത് മുകുളമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് കുട്ടികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീ പദ്ധതി. ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീ പദ്ധതി ഏതാണ്? സ്നേഹിത. ഏതാണ്? സ്നേഹിത. അപ്പൊ ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് കുട്ടികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ഏത്? സ്നേഹിത. വിദൂരവും ദുർഘടവുമായ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കാനുള്ള പദ്ധതി. വിദൂരവും ദുർഘടവുമായ പട്ടികവർഗ സങ്കേതങ്ങളിലെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതി. അപ്പോ സ്കൂളിലേക്ക് വരികയാണ്. വിദ്യ അഭ്യസിക്കാൻ വേണ്ടി വാഹനത്തിൽ കയറി വരുന്നതിനുള്ള പദ്ധതിയാണല്ലേ. അപ്പൊ വിദ്യ വാഹിനി എന്ന് കണക്ട് ചെയ്യുക. ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള ഒരു സ്നേഹ പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി എന്ന് കണക്ട് ചെയ്യുക. അപ്പൊ സ്നേഹിത എന്ന് കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പൊ ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീ പദ്ധതി ഏതാണ്? അത് സ്നേഹിത. അപ്പൊ അവർക്ക് വേണ്ടത് സ്നേഹ പിന്തുണ നൽകുക. സ്നേഹിത. വിദൂരവും ദുർഘടമായ പട്ടിക വർഗ സങ്കേതങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കും. വിദ്യ നേടാനായിട്ട് വാഹനങ്ങളിൽ എത്തിക്കുന്ന പദ്ധതി എന്താണത്? വിദ്യാവാഹിനി. അപ്പൊ വിദ്യാവാഹിനിയുടെ പഴയ പേര് ഗോത്രസാരഥി എന്നായിരുന്നു കേട്ടോ. ഗോത്രസാരഥി എന്നുള്ള പേരാണ് പിന്നീട് വിദ്യാവാഹിനി എന്നാക്കി മാറ്റിയത് എന്ന് കൂടി ഓർക്കുക കേട്ടോ. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ബാലമിത്ര. കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ബാലമിത്ര. കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ബാലമിത്രയാണെന്ന് ഓർക്കുക കേട്ടോ. സങ്കീർണമായ ഹൃദ്രോഗങ്ങളായി ജനിക്കുന്ന കുട്ടികൾക്ക് ചികിത്സ സഹായം നൽകുന്ന സർക്കാർ പദ്ധതി. സങ്കീർണമായ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന സർക്കാർ പദ്ധതി ഏതാണ്? ഹൃദ്യമാണ്. ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട പദ്ധതി ഹൃദ്യമെന്ന് ഓർക്കുക. ശബരിമലയിൽ പരിസരവും മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി പുണ്യം പൂങ്കാവനം. അപ്പോ പൂങ്കാവനം എന്ന് പറഞ്ഞ എന്താ? അത് പൂന്തോട്ടം എന്നൊക്കെയാണല്ലോ അർത്ഥം വരുന്നത്. അപ്പൊ ശബരിമലയിലെ പരിസരവും മാലിന്യമുക്തമാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട പദ്ധതി പുണ്യം പൂങ്കാവനം എന്നോർക്കുക. സംസ്ഥാനത്ത് തീരദേശങ്ങളിൽ കടലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വിമുക്തമാക്കുന്നതിന് പദ്ധതി. അപ്പോൾ സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ കടലാസിന്റെയും പ്ലാസ്റ്റിക് മാലിന്യം വിമുക്തമാക്കുന്നതിന് പദ്ധതി. ശുചിത്വ സാഗരം സുന്ദര തീരം. അപ്പൊ എങ്ങനെയാണ് ചെയ്യാം? അപ്പൊ സാഗരം തീരപ്രദേശങ്ങളിലെ കാര്യങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോ ശുചിത്വം അവിടെ ശുചീകരിക്കാൻ വേണ്ടി ശുചിത്വ സാഗരം അതൊക്കെ ശുചീകരിച്ച് കഴിയുമ്പോൾ എന്താവും? നല്ല ഭംഗിയുള്ളതാവും അല്ലെ. അപ്പൊ സുന്ദര തീരം എന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ സംസ്ഥാനത്തെ തീരദേശങ്ങളിൽ കടലും പ്ലാസ്റ്റിക് മാലിന്യം വിമുക്തമാക്കുന്ന പദ്ധതി. അപ്പൊ ശുചീകരിച്ച് നല്ല സാഗരം, അതായത് നല്ല കടല് സൃഷ്ടിക്കുക, അതുപോലെ സുന്ദര തീരവും സൃഷ്ടിക്കുക എന്ന് കണക്ട് ചെയ്ത് ഓർക്കുക. അപ്പൊ സങ്കീർണമായി ഹൃദ്രോഗങ്ങളായി ജനിക്കുന്ന കുട്ടികൾക്ക് ചികിത്സ സഹായം നൽകുന്ന സർക്കാർ പദ്ധതി ഹൃദ്യമാണ്. ശബരിമലയും പരിസരവും മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട പദ്ധതി പുണ്യം പൂങ്കാവനമാണ്. സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ കടലും പ്ലാസ്റ്റിക് മാലിന്യം വിമുക്തമാക്കുന്നതിന് പദ്ധതി ശുചിത്വ സാഗരം സുന്ദര തീരമാണ് കേട്ടോ. മൊബൈൽ ഫോൺ അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയുമായി കൈകോർത്ത് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? കൂട്ട്. അപ്പൊ മൊബൈല് ഉപേക്ഷിച്ചുകൊണ്ട് കുട്ടികളെ കൂടുതൽ കൂട്ടിലേക്ക് പ്രേരിപ്പിക്കുക എന്ന് കണക്ട് ചെയ്യുക കേട്ടോ. മൊബൈൽ ഫോൺ അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിച്ച ഉദ്ദേശത്തോടെ ആരൊക്കെ തമ്മിൽ യോജിച്ചുകൊണ്ടാ? കേരള പോലീസും
ബച്പൻ ബച്ചാവോ ആന്തോളന സംഘടനയും കൈകോർത്ത് കൊണ്ട് വന്നിട്ടുള്ള ഒരു മുഖ്യ പദ്ധതിയാണ് ഏത്? കൂട്ട്. അതായത് കുട്ടികളെ മൊബൈൽ ഫോണിൽ നിന്ന് വിമുക്തരാക്കി അവരെ കൂട്ടിലേക്ക് പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ സ്വന്തം പിള്ളേര് തമ്മിൽ കൂട്ടുകൂടാൻ പ്രേരിപ്പിക്കുക എന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അവരെന്താ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? മറ്റു കുട്ടികളുമായിട്ട് കൂട്ടുകൂടി അവരുടെ ആക്ടിവിറ്റീസും കളികളൊക്കെ നടത്തും അല്ലെ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. വിദ്യാർത്ഥികളെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? യോദ്ധാവ്. വിദ്യാർത്ഥികളെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? യോദ്ധാവ്. യോദ്ധാവ് എന്ന് പറയുമ്പോൾ എന്താ? നല്ലൊരു യോദ്ധാവിന് നമുക്ക് മനസ്സിലേക്ക് ഓർക്കുമ്പോൾ എന്താ? നല്ലൊരു ഫിറ്റ് ബോഡി ഉള്ള ഒരാള് അല്ലെ, നല്ല ആരോഗ്യവാനായ ഒരാളുടെയാണ് നമ്മൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫിറ്റ് ആയ ബോഡി ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നല്ലൊരു യോദ്ധാവായി കുട്ടികളെ വളർത്തുന്നതിന്, നല്ലൊരു ആരോഗ്യപരമായ ജീവിതം നയിക്കുന്നവന് അങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കുക. അപ്പൊ സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ആഭിമുഖ്യത്തിലുള്ള പദ്ധതിയാണ് ഏത്? മയക്കുമരുന്നൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പനയും അതുപോലെ വിതരണം ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവന് നല്ലൊരു യോദ്ധാവാക്കി, നല്ല ആരോഗ്യവാനാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്താണ് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? യോദ്ധാവ്. ഇനി ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സാ സഹായം നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പൊ 5 ലക്ഷം രൂപ ചികിത്സാ സഹായം നൽകുകയാണ്. അപ്പൊ എന്താ? അതൊരു കാരുണ്യമായിട്ടാണ് ഈ 5 ലക്ഷം രൂപ നൽകുന്നേ. അപ്പൊ എന്തിനു വേണ്ടി 5 ലക്ഷം രൂപ നൽകുന്നേ? നല്ലൊരു ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സാ സഹായം നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി. അപ്പോ ഒരു കാരുണ്യം എന്ന നിലയിൽ പൈസ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യുന്നു? ഒരു 5 ലക്ഷം രൂപ ചികിത്സാ സഹായം നൽകുന്നു. എന്തിനു വേണ്ടി? ആരോഗ്യ സുരക്ഷയ്ക്ക്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സാ സഹായം നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഏത്? കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്? ഇപ്പൊ നോക്കി, സങ്കീർണമായ ഹൃദ്രോഗങ്ങളായി ജനിക്കുന്ന കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന, ഹൃദ്രോഗമായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് ഹൃദ്രോഗം, ഹൃദ്യം എന്ന് ഓർക്കുക. ശബരിമലയും പരിസരവും എന്താണ്? മാലിന്യ വിമുക്തമാക്കുന്ന പദ്ധതി പുണ്യം പൂങ്കാവനം. സംസ്ഥാന തീരപ്രദേശങ്ങളിൽ കടലും ശുചിത്വമാക്കുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു. കോഡ് ഓർക്കുക. എന്താ? ശുചിത്വമായിട്ടുള്ള കടല്, സാഗരം, ശുചിത്വമായ തീരം, സുന്ദരമായിട്ടുള്ള തീരം, സുന്ദര തീരം. അങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കുക. മൊബൈൽ ഫോണിന്റെ അടിമകളായിട്ടുള്ള കുട്ടികളെ അവിടെ നിന്ന് മാറ്റിയിട്ട് ബച്പൻ ബച്ചാവോ ആന്തോളനും പോലീസ് ഡിപ്പാർട്ട്മെന്റും എന്താ കുട്ടികളെ കൂട്ടുകൂടാൻ പ്രേരിപ്പിക്കുന്ന പദ്ധതി. മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കുമ്പോൾ ഉറപ്പായിട്ടും കുട്ടികൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി വേണ്ടേ? അപ്പൊ അവരെന്ത് ചെയ്യും? മറ്റു ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടുമെന്ന് ഓർക്കുക. അപ്പൊ കൂട്ടെന്ന് പറയുന്ന പദ്ധതി. വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ. അപ്പൊ മയക്കുമരുന്ന് ഉപേക്ഷിക്കുമ്പോൾ കുട്ടികൾ എന്തായി മാറും? ഒരു യോദ്ധാവായി മാറും. നല്ല യോദ്ധാവ് എന്നുകൊണ്ട് ഇവിടെ എന്താ നമ്മൾ കണക്ട് ചെയ്യാൻ ഓർത്തിരിക്കേണ്ടത്? നല്ല ആരോഗ്യവാനായ ഒരു വ്യക്തി എന്ന് ഓർത്തിരിക്കുക. അപ്പൊ നല്ല യോദ്ധാവായി ആ കുട്ടി മാറും. അപ്പൊ യോദ്ധാവ് എന്ന പദ്ധതി എന്ന് കണക്ട് ചെയ്യുക. ഇനി ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സാ സഹായം നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി. എങ്ങനെയാണ്? 5 ലക്ഷം രൂപ നൽകുകയാണ്. അപ്പൊ അതൊരു കാരുണ്യമായിട്ട് നൽകുന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് നൽകുന്നു? ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി, ആ കുടുംബങ്ങൾക്ക് ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു പദ്ധതി എന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി BPL കുടുംബങ്ങൾക്ക് പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതി വയോമധുരം. അപ്പോ എന്താ? BPL കുടുംബങ്ങൾക്ക് പ്രമേഹ രോഗികൾക്ക് വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതി അല്ലെ. പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നമുക്ക് എന്ത് ലഭിക്കും? ഈ ഗ്ലൂക്കോമീറ്റർ പ്രായമായവർക്ക്, പ്രമേഹ രോഗികളായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കൊക്കെ അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ എന്ത് ലഭിക്കും? ഈ പ്രമേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകും. വയോജനങ്ങൾക്കാണ് അല്ലെ, വയോജനങ്ങൾക്കാണ്. അപ്പൊ വയോ എന്ന് ഓർക്കുക. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ, അപ്പൊ അവർക്ക് എന്താ? മധുരം കഴിക്കാൻ സാധിക്കില്ലേ പ്രമേഹ രോഗികൾക്ക് അല്ലെ. അപ്പൊ വയോ മധുരം എന്ന് കണക്ട് ചെയ്യുക കേട്ടോ. പഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനും വൈകാരിക പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അധ്യാപകരെ മെന്റർമാരാക്കുന്ന പദ്ധതി. അപ്പൊ പഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനും വൈകാരിക പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അധ്യാപകരെ മെന്റർമാരാക്കുന്ന പദ്ധതിയാണ് ഏത്? സഹിതം. അപ്പൊ പഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികാസനത്തിനും വൈകാരിക പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അധ്യാപകരെ മെന്റർമാരാക്കുന്ന പദ്ധതി ഏതാണ്? അത് സഹിതമാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി കാഴ്ച പരിമിതി വിദ്യാർത്ഥികൾക്കായി ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകം തയ്യാറാക്കുന്ന പദ്ധതി ശ്രുതി പാഠം. അപ്പൊ ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പാട്ട് പാടുമ്പോഴാണ് ശ്രുതി ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പോ കാഴ്ച പരിമിതമായ വിദ്യാർത്ഥികൾക്ക്, അവർക്ക് കാഴ്ചക്ക് പരിമിതപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്തു? ശബ്ദദാനത്തിലൂടെ, അതായത് ശബ്ദത്തിലൂടെ പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഓഡിയോ പുസ്തകം പോലെ തയ്യാറാക്കുന്ന പദ്ധതി. അപ്പൊ അവർക്ക് കേട്ട് കേട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ പാടുമ്പോഴാണ് ശ്രുതി വരുന്നത്. അപ്പൊ
കേട്ട് കേട്ട് പഠിക്കുക. എന്താ പാഠപുസ്തകമാണ് പഠിക്കുന്നത്. അപ്പൊ ശ്രുതി പാഠം എന്ന് കണക്ട് ചെയ്ത് ഓർക്കി, പാടുമ്പോഴാണ് നമ്മൾ ശ്രുതി ഉപയോഗിക്കുന്നത്. ശ്രുതി പാഠം എന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് അപ്പൊ നമ്മളിപ്പോ ഞാൻ ഇങ്ങനെ കോഡ് അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യുന്ന വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കോമഡി ആയിട്ട് തോന്നും, ഇതൊക്കെ എങ്ങനെ കണക്ട് ചെയ്താൽ വലിയ രസം ഉണ്ടെന്ന് തോന്നും. അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കോഡ് വെച്ച് കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കണക്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മളിത് തമാശയായിട്ട് തോന്നിയാലും നാളെ ഈ എക്സാം ഹാളിൽ കയറി ഇരിക്കുമ്പോൾ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ 4 ഓപ്ഷനിൽ നിന്ന് അന്ന് ടീച്ചർ അല്ലെങ്കിൽ അന്ന് പഠിപ്പിച്ച ആള് പറഞ്ഞിരുന്നു കാഴ്ച പരിമിതി ഉള്ളപ്പോൾ പാട്ട് പാടുമ്പോൾ നമ്മൾ ശ്രുതി ഉപയോഗിക്കും. എന്താ പാടാം, അപ്പൊ എന്താ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരും. എന്താ ടിപ്സും ട്രിക്സും ഒക്കെ ഉപയോഗിക്കും. നമ്മളിപ്പോ പഠിക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും, അല്ലെങ്കിൽ ഇത് കണക്ട് ആവാത്ത പോലെ ചിലപ്പോൾ തോന്നും. പക്ഷെ നമ്മുടെ മൈൻഡിലേക്ക് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കാനായി രോഗമില്ലാത്ത ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയത്. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കാനായിട്ട് രോഗമില്ലാത്ത ഗ്രാമ പദ്ധതി നടപ്പിലാക്കിയത് ആരാണ്? പാറശാല ബ്ലോക്ക് പഞ്ചായത്താണെന്ന് ഓർക്കുക കേട്ടോ. അപ്പോ ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി പ്രശാന്തി. അപ്പോ ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണിത് പ്രശാന്തി. അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കാം? ഒരു പ്രതീക്ഷ, അവർക്ക് ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് ഞങ്ങൾ ആരൊക്കെയോ കൂടെ ഉണ്ട് എന്നൊരു പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ പോലീസുകാർ കൂടെ ഉണ്ട് എന്ന് ഒരു പ്രതീക്ഷ നൽകുന്ന, പ്രതീക്ഷ പ്രശാന്തി എന്ന് കണക്ട് ചെയ്യുക കേട്ടോ. പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഏത്? ഈ പ്രശാന്തി എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് പ്രശാന്തിയാണ്. ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിംഗും ഏർപ്പെടുത്തുന്ന പദ്ധതി. ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും അതുപോലെ സൗജന്യ കൗൺസിലിംഗ് ഏർപ്പെടുത്തുന്ന പദ്ധതി ഏതാണ്? കാതോർത്ത്. ഏതാണ്? കാതോർത്ത്. ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിംഗും ഏർപ്പെടുത്തുന്ന പദ്ധതി ഏതാണ്? കാതോർത്ത്. അപ്പൊ ഗാർഹിക ബുദ്ധിമുട്ട് നൽകുന്ന സ്ത്രീകൾ എന്താണ്? ഒന്ന് രക്ഷിക്കാൻ, ആരെങ്കിലും ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വരുമോ എന്ന് അവര് കാതോർത്തിരിക്കുകയാണെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിംഗും ഏർപ്പെടുത്തുന്ന പദ്ധതി ഏതാണ്? കാതോർത്ത്. മയക്കുമരുന്നും മണൽ കടത്തും മറ്റു കള്ളക്കടത്തുകളും തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ കാവൽ. ഇതൊന്നും നടത്താതെ, അതായത് മയക്കുമരുന്ന് കച്ചവടം നടത്താതെ, മണൽക്കടത്ത് നടത്താതെ, മറ്റു കള്ളക്കടത്തുകളൊന്നും നടത്താതെ എന്താണ് കേരള പോലീസ് കാവലുണ്ട്. അപ്പൊ ഓപ്പറേഷൻ കാവൽ എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ എന്തൊക്കെ നമ്മൾ നോക്കി? കാഴ്ച പരിമിതി വിദ്യാർത്ഥികൾക്കായി ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകങ്ങൾ. അപ്പൊ പാടുമ്പോൾ എന്താണ്? ശ്രുതിയും കൊണ്ടാണ് നമ്മൾ പാടുന്നത് അല്ലെ. അപ്പോൾ ഈ ഓഡിയോ പുസ്തകങ്ങളെല്ലാം ശ്രുതി പാഠം എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങിനായിട്ട് ആരോ ഉണ്ട്, ഞങ്ങൾക്ക് ആരോ ഉണ്ട്, ഒരു പ്രത്യാശ നൽകുന്ന പദ്ധതി പ്രശാന്തി എന്ന് ഓർക്കുക. ഗാർഹിക ബുദ്ധിമുട്ട് നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിംഗും തരാൻ, ഞങ്ങളെ ആരെങ്കിലും രക്ഷിക്കാനായിട്ട് ഇതിന്ന് വിമുക്തനാക്കാനായിട്ട് വരുമെന്ന് കാതോർത്ത് ആ സ്ത്രീകൾ ഇരിക്കുകയാണ്. കാതോർത്ത്. മയക്കുമരുന്നും മണൽ കടത്തും മറ്റു കള്ളക്കടത്തുകളും തടയുന്നതിന് കേരള പോലീസ്, ഇതൊക്കെ തടയാനായിട്ട് കേരള പോലീസ് കാവലുണ്ട്. ഓപ്പറേഷൻ കാവൽ എന്നോർക്കുക. ഭിന്നശേഷിക്കാർക്കായി കുട്ടികളുടെ നിർധന കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ള കണക്ഷൻ നൽകുന്ന പദ്ധതി സ്നേഹ തീർത്ഥം. അപ്പൊ തീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അമ്പലങ്ങളിൽ നമുക്ക് തീർത്ഥം കിട്ടും അല്ലെ. അതെന്താ? അത് വെള്ളമാണ് അല്ലെ. പല രീതിയിലുള്ള തീർത്ഥങ്ങളുണ്ട്, എന്നാലും വെള്ളമാണ് തീർത്ഥം. വെള്ളം എന്ന രീതിയിൽ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നിർധന കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ളം കണക്ഷൻ നൽകുന്ന പദ്ധതി സ്നേഹ തീർത്ഥം. അപ്പൊ അവർക്ക് സ്നേഹത്തിന്റെ തീർത്ഥം അല്ലെങ്കിൽ വെള്ളം ലഭിച്ചു എന്നൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുന്നവര് വെള്ളം തീർത്ഥം കുടിവെള്ളം ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. നിർദ്ധരായ വിധവകൾ, നിയമപരമായ വിവാഹബന്ധം വേർപെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് ധനസഹായം നൽകുന്ന വനിതാ ശിശുക്ഷേമ വികസന വകുപ്പിന്റെ പദ്ധതി മംഗല്യ. അവർക്ക് വീണ്ടും വിവാഹം കഴിക്കാനായിട്ടൊരു സപ്പോർട്ട് നൽകുന്ന പദ്ധതി. ആർക്കൊക്കെ? നിർദ്ധരായിട്ടുള്ള വിധവകൾക്ക്, നിയമപരമായ വിവാഹബന്ധം വേർപെടുത്തിയവർക്ക് പുനർവിവാഹത്തിന് ഒരു സപ്പോർട്ട് നൽകുന്ന അല്ലെങ്കിൽ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? മാംഗല്യ. അപ്പൊ മാംഗല്യ എന്ന് പറയുന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാ? വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് കണക്ട് ചെയ്യാൻ ഓർക്കും. അപ്പൊ നിർദ്ധരായിട്ടുള്ള വിധവകൾക്കും നിയമപരമായ വിവാഹ ബന്ധം വേർപെടുത്തിയവർക്കും വേണ്ടി സപ്പോർട്ട് നൽകുന്ന പദ്ധതിയാണ്. കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആത്മഹത്യ കുറയ്ക്കുന്ന സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? നിനവ്. അപ്പോ മനസ്സിൽ പോലും ആ ഒരു ചിന്ത, ആത്മഹത്യ എന്ന് പറയുന്ന ആ ഒരു ചിന്ത മനസ്സിൽ പോലും, നിലവിൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി എന്ന്, മനസ്സിൽ പോലും അല്ലെങ്കിൽ നിലവിൽ പോലും നമ്മുടെ ചിന്തയിൽ പോലും ആത്മഹത്യ എന്ന് പറയുന്ന കുട്ടികളിൽ പ്രേരണ ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്?
നിനവ് എന്ന് ഓർക്കുക കേട്ടോ. ഇനി സംസ്ഥാനത്തെ ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കായി ആരംഭിക്കുന്ന പദ്ധതി കേരള ഗ്രീൻ എനർജി മിഷൻ. അപ്പൊ ഊർജ്ജ സ്വയം പര്യാപ്തത, അപ്പൊ മറ്റുള്ള എന്താണ് ഗ്രീൻ എനർജി. അപ്പൊ ഊർജ്ജത്തിന് സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? കേരള ഗ്രീൻ എനർജി. തീരദേശത്ത് വേലിയേറ്റ രേഖകളിൽ നിന്ന് 50 മീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിന് ഉള്ള പദ്ധതി പുനർഗേഹം. പുനരധിവസിപ്പിക്കുക. അപ്പൊ പുന എന്നുള്ള വാക്കുണ്ട്, ഗേഹം എന്ന് പറഞ്ഞ എന്താ? വീട്. പുനരധിവസിപ്പിക്കുക, വീട്ടിലേക്ക് എന്നൊക്കെ മീനിങ് ആണ് ഗേഹത്തിന് അല്ലെ. പുനർഗേഹം എന്ന് ഓർക്കുക. അപ്പൊ തീരദേശത്ത് വേലിയേറ്റ രേഖയിൽ നിന്ന് 50 മീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിക്കുന്നതിനുള്ള പദ്ധതി പുനർഗേഹം എന്ന് കണക്ട് ചെയ്ത് ഓർക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? ഇപ്പൊ എന്താ നിർദ്ധരായ വിധവകൾ, നിയമപരമായ വിവാഹബന്ധം വേർപെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് ധനസഹായം നൽകുന്ന, വീണ്ടും വിവാഹം കഴിക്കാൻ ധനസഹായം നൽകുന്ന പദ്ധതി മാംഗല്യ. കുട്ടികളുടെ കൗമാരക്കാരുടെ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിത ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പൊ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കുട്ടികളുടെ നിലവിൽ പോലും, ഓർമ്മയിൽ പോലും, ചിന്തയിൽ പോലും ഇല്ലാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതി. സംസ്ഥാനത്തെ ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്ക് ആരംഭിക്കുന്ന പദ്ധതി കേരള ഗ്രീൻ എനർജി മിഷൻ. നിർദ്ധരായ വിധവകൾ അത് നമ്മൾ ഓൾറെഡി നോക്കി അല്ലെ. തീരദേശ വേലിയേറ്റ രേഖയിൽ നിന്ന് 50 മീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതി പുനർഗേഹം. ഏതാണ്? പുനർഗേഹം. അപ്പൊ അവരെ വീണ്ടും പുനരധിവസിപ്പിക്കുക, വീടുകളിലേക്ക് പുനരധിവസിപ്പിക്കുക, പുനർഗേഹം എന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റോർ കീപ്പർ, അറ്റൻഡർ, സെയിൽസ്മാൻ, മേട്രൺ, ഗ്രേഡ് വണ്ടികൾ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. നെക്സ്റ്റ്, മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി വയോരക്ഷ. അപ്പൊ അവരെ മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തും. മുതിർന്ന പൗരന്മാരെന്ന് പറയുമ്പോൾ എന്താണ്? വയോജനങ്ങൾ അല്ലെ, എന്താണ് വാർദ്ധക്യം അനുഭവിക്കുന്നവര്. അപ്പൊ വയോരക്ഷ, അവരെ എന്താണ് ഇത്തരത്തിലുള്ള ജീവിത നിലവാരം ഉയർത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വയോരക്ഷ. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി ശലഭം എന്ന പദ്ധതി ആരംഭിച്ച ജില്ല. ശലഭം പദ്ധതി ആരംഭിച്ച ഏത് ജില്ലയിലാണ്? ആദ്യം മലപ്പുറം ജില്ലയിലാണ്. KSRTC സർവീസുകളിൽ നിലവിലില്ലാത്ത ബസ് റൂട്ടുകളിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഗ്രാമവണ്ടി. അപ്പൊ ഗ്രാമവണ്ടി എന്തുമായി ബന്ധപ്പെട്ടതാ? KSRTCയുമായി ബന്ധപ്പെട്ടതാന്ന് ഓർക്കുക. KSRTCയും എന്താണ്? ഗ്രാമീണ മേഖലകൾ, നിലവിൽ സർവീസ് ഇല്ലാത്ത മേഖലകൾ, ബസ് സർവീസോ യാത്രാ സൗകര്യങ്ങളോ ഇല്ലാത്ത റൂട്ടുകളില് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? ഗ്രാമവണ്ടി എന്ന് ഓർക്കുക. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അശ്വമേധം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താ? 2030 കൂടി കുഷ്ഠരോഗം ഇല്ലാതാക്കുക, അതിന്റെ നിർമ്മാർജ്ജനം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് കേട്ടോ. പ്രധാന റോഡുകളിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് വിശ്രമ സൗകര്യം ഒരുക്കുന്ന പദ്ധതി ടേക്ക് എ ബ്രേക്ക്. അപ്പൊ ടേക്ക് എ ബ്രേക്ക് എന്താ? നമ്മള് എന്താ ഒന്ന് റെസ്റ്റ് എടുക്കുന്നതാണ് ടേക്ക് എ ബ്രേക്ക്. അപ്പൊ എന്താണ്? പ്രധാന റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ഒരു വിശ്രമ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ഇത് ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോ മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? വയോരക്ഷയാണെന്ന് ഓർക്കുക. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി ശലഭം പദ്ധതി ആരംഭിച്ചു മലപ്പുറത്താണ്. KSRTC സർവീസുകൾ നിലവിലില്ലാത്ത ബസ് റൂട്ടുകളിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ സർവീസ് നടത്തുന്ന പദ്ധതി ഗ്രാമവണ്ടി. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? അശ്വമേധം. 2030 കംപ്ലീറ്റ് ആയിട്ട് കുഷ്ഠരോഗം ഇല്ലാതാക്കുക എന്ന പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാന റോഡുകളിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് വിശ്രമ സൗകര്യം ഒരുക്കുന്ന പദ്ധതി ടേക്ക് എ ബ്രേക്ക്. എന്താണ്? ടേക്ക് എ ബ്രേക്ക്. ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ലൈഫ് മിഷൻ. ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുന്നതിനായി കേരള സർക്കാർ പദ്ധതി ഏതാണ്? ലൈഫ് മിഷൻ. അപ്പൊ അതെല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഈ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പാക്കുന്നതിന് ആരംഭിച്ച പദ്ധതി വിദ്യാകിരണം. ലൈഫ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് വിദ്യാകിരണം. ഏതാണ്? വിദ്യാകിരണം. അപ്പൊ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പു നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് വിദ്യാകിരണം. അപ്പൊ അവർക്ക് എന്താണ്? വിദ്യ നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, വിദ്യാകിരണം. ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ നൽകുന്ന സഹകരണ വകുപ്പിന്റെ പദ്ധതി വിദ്യാതരംഗിണി. അപ്പോ എന്താ? ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ, വിദ്യാഭ്യാസത്തിന് വേണ്ടി മൊബൈൽ ഫോൺ നൽകുന്ന, ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി വായ്പ നൽകുന്ന സർക്കാരിന്റെ പദ്ധതി ആയിരുന്നു ഏത്?
തരംഗിണി എന്ന് പറയുന്നത്. ഓൺലൈൻ പഠനത്തിനായി മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ നൽകുന്ന സഹകരണ വകുപ്പിന്റെ പദ്ധതി വിദ്യ തരംഗിണി. ശൈശവവിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? പൊൻവാക്ക്. അപ്പൊ ശൈശവവിവാഹം തടയാൻ എന്താണ്, സ്ത്രീകൾക്ക് അവരുടെ വാക്കിന് വിലയുണ്ട്. ഇപ്പൊ വിവാഹം വേണ്ട എന്ന് പറയുന്ന വാക്കിന് വിലയുണ്ട് എന്ന് പറയുന്ന രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അതല്ല, ഇതിനേക്കാൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതല്ലാതെ ഒന്ന് രീതി കണക്ട് ചെയ്യേണ്ട, ഫോണിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ പഠിക്കാൻ പറ്റുന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാം. ശൈശവവിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പൊൻവാക്കാണ്. ഓൺലൈൻ പഠനത്തിനായി വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന കുടുംബശ്രീ പദ്ധതി വിദ്യാമിത്രം. അപ്പൊ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ കൂടെയുണ്ട്, ഒരു മിത്രമായി, ഒരു കൂട്ടുകാരിയായി കൂടെ ഉണ്ട് എന്ന് ഓർക്കുക. അപ്പൊ കുടുംബശ്രീയുടെ പദ്ധതിയാണെന്ന് ഓർക്കുക. ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി വിദ്യാമിത്രം. പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി ബോക്സിംഗ് പരിശീലനം നൽകുന്നതിനെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി പഞ്ച് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ബോക്സിംഗുമായി കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോ പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി ബോക്സിംഗ് പരിശീലനം നൽകുന്നതിനായിട്ട് നല്ല സർക്കാർ പദ്ധതിയാണിത്, പഞ്ച്. ഇനി വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ആരോഗ്യം ഉറപ്പാക്കുകയും കായിക മികവിലേക്ക് ഉയർത്താനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി പ്ലേ ഫോർ ഹെൽത്ത്. അപ്പൊ മാനസിക ആരോഗ്യം എന്താണ്, കായികവുമായി ബന്ധപ്പെട്ട്. അപ്പൊ എന്താ, പ്ലേ ഫോർ ഹെൽത്ത്. മാനസിക ആരോഗ്യം എന്താണ്, കളിയിലൂടെ നല്ല ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പോ പ്ലേ ഫോർ ഹെൽത്ത് എന്ന് ഓർക്കുക. അപ്പോ ശൈശവവിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സ്ത്രീകളുടെ വാക്കിന് വിലയുണ്ട്, പൊൻവാക്ക്. ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന കുടുംബശ്രീ പദ്ധതി ഒരു മിത്രമായി ധനസഹായം നൽകി ഞങ്ങൾ കൂടെയുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാമിത്രം. പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തിന് ബോക്സിംഗ് പരിശീലനം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി പഞ്ച്. ഇനി എന്താണ്, വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ആരോഗ്യം ഉറപ്പാക്കാനായിട്ട് കായിക മികവിലേക്ക് ഉയർത്താനും ലക്ഷ്യമിട്ട് പ്ലേ ഫോർ ഹെൽത്ത്. എന്താണ്, കളിയിലൂടെ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഗാന്ധി ഗ്രാമ വികസന കമ്മീഷൻ ആരംഭിച്ച പദ്ധതി ആനക്കെതിരെ തേനീച്ച. ആനക്കെതിരെ തേനീച്ച എന്താണ്, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഗാന്ധി ഗ്രാമ വികസന കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ആനക്കെതിരെ തേനീച്ച എന്ന് പറയുന്ന പദ്ധതി. തൊഴിൽരഹിതരായ മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ. അപ്പൊ തൊഴിൽരഹിത മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? നവജീവൻ. വീടുകളിൽ സാധാരണ ഫിലമെന്റ് ബൾബുകൾ മാറ്റി LED ബൾബുകൾ കുറഞ്ഞ നിരക്ക് വിതരണം ചെയ്യുന്ന പദ്ധതി ഫിലമെന്റ് ഹരിത രഹിത കേരളം. അപ്പോ വീടുകളിൽ സാധാരണ ഫിലമെന്റ് ബൾബുകൾ മാറ്റി LED ബൾബുകൾ കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന പദ്ധതി. അപ്പൊ ഫിലമെന്റ് ബൾബുകൾ ഒഴിവാക്കി, ഫിലമെന്റ് ബൾബുകൾ കേരളത്തിന് ഒഴിവാക്കി, ഫിലമെന്റ് രഹിത കേരളം. ഇനി തൊഴിൽ രഹിതരായിട്ട് മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? നവജീവൻ. അപ്പൊ തൊഴിലില്ലാത്തവർക്ക് പുതിയൊരു ജീവിതം ഉണ്ടാക്കുന്നതിനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കുക, നവജീവൻ എന്ന് ഓർക്കുക. പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃക പദ്ധതിയായി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തത് അക്ഷയ കേരളമാണ് കേട്ടോ. പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃക പദ്ധതിയായി കേരള സർക്കാർ തെരഞ്ഞെടുത്തത് ഏതാണ്? അക്ഷയ കേരളം. പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരത മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി സമന്വയ. എന്താണ്? പാതി വഴിയില് വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരത മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സമന്വയാണ്. തെരുവിളക്കൊക്കെ പൂർണ്ണമായും LED ആക്കി മാറ്റുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ പദ്ധതി നിലാവ്. അപ്പോൾ തെരുവിളക്ക് പൂർണ്ണമായിട്ടും എന്താണ്? LED ബൾബുകളാക്കി മാറ്റി നല്ലൊരു നിലാവട്ടം ഉണ്ടാക്കി എടുക്കുക എന്ന് കണക്ട് ചെയ്ത് ഓർക്കുക. ഏതാണ്? നിലാവ്. സംസ്ഥാനത്തെ അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമത്തിനായി ആരംഭിച്ച പദ്ധതി സ്നേഹസ്പർശം. അപ്പൊ ഞങ്ങളുണ്ട് കൂടെ, സ്നേഹസ്പർശം എന്ന് ഓർക്കുക. അപ്പൊ എന്താണ്? പാതി വഴി വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനുള്ള പദ്ധതി സമന്വയ. തെരുവിളക്കുകൾ പൂർണ്ണമായി LED ആക്കി മാറ്റുന്ന പദ്ധതി നിലാവ്. സംസ്ഥാനത്തെ അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമത്തിനായി ആരംഭിച്ച പദ്ധതി സ്നേഹസ്പർശം. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സർഗശേഷി കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം ഒരുക്കുന്ന പദ്ധതി കളിക്കൂട്ടം. അപ്പൊ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിനായിട്ട് സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്
കളിക്കൂട്ടം, അവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് മികച്ച കളിയിലൂടെ അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് ഓർക്കുക, കളിക്കൂട്ടം. സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസ് കേരള സവാരി. സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസ് അപ്പൊ കേരള സംസ്ഥാന സർക്കാരാണ് ആരംഭിക്കുന്നത്. അപ്പൊ കേരള സവാരി എന്ന് പറഞ്ഞ എന്താണ്, നമ്മൾ ആ ഒരു ഇപ്പൊ സവാരി പോയി എന്നൊക്കെ പറഞ്ഞ എന്താണ്, ഓട്ടം പോയി എന്നൊക്കെ ഒരു മീനിങ് ആണ് അല്ലെ. അപ്പൊ കേരള സവാരി. രക്ഷിതാക്കൾക്ക് സൈബർ സുരക്ഷയെ കുറിച്ച് അവബോധം നൽകുന്നതിനായി കൈറ്റ് വിക്ടേഴ്സ് ചാനൽ അവതരിപ്പിച്ച പ്രത്യേക പരിപാടി അമ്മയെ അറിയാൻ. അപ്പൊ രക്ഷിതാക്കൾക്ക് സൈബർ സുരക്ഷയെ കുറിച്ച് അറിയാൻ, അപ്പോ എന്താണ് സൈബർ സുരക്ഷ എന്ന് അറിയാൻ വേണ്ടി അപ്പോ അമ്മയെ അറിയാൻ എന്നോർക്കുക കേട്ടോ. അപ്പൊ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സർഗശേഷി കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിന് സമഗ്ര ശിക്ഷ കേരളം ഒരുക്കുന്ന പദ്ധതി കളിക്കൂട്ടം. സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസ് കേരള സവാരി. രക്ഷിതാക്കൾക്ക് സൈബർ സുരക്ഷയെ കുറിച്ച് അവബോധം നൽകുന്നതിനായിട്ടുള്ള കൈറ്റ് വിക്ടേഴ്സ് ചാനൽ അവതരിപ്പിച്ച പ്രത്യേക പരിപാടി അമ്മയെ അറിയാൻ. ഭിന്നശേഷിക്കാർക്കും കുടുംബാംഗങ്ങൾക്കുമായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന സഹായ കേന്ദ്രങ്ങൾ സഹജീവനം. അപ്പൊ ഭിന്നശേഷിക്കാർക്കും കുടുംബങ്ങൾക്കുമായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? സഹജീവനം. അംഗനവാടി കുട്ടികൾക്കായി ആരംഭിച്ച പോഷകാഹാര പദ്ധതി പോഷക ബാല്യം. ബാല്യം എന്ന് പറയുന്നത് എന്താ? അംഗനവാടി കുട്ടികൾ ചെറിയ മക്കളാണല്ലേ, അപ്പൊ അവർക്ക് പോഷകം നൽകുന്നതിന് അല്ലെങ്കിൽ ആഹാരം നൽകുന്നതിന് പോഷകാഹാര പദ്ധതി പോഷക ബാല്യം എന്ന് ഓർത്തിരിക്കുക. ഫുട്ബോൾ വികസനവും പ്രചാരണവും ലക്ഷ്യമിട്ട് സ്വകാര്യ പങ്കാളിത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഗോൾ പദ്ധതി. അപ്പൊ ഫുട്ബോൾ എന്താണ്? ഗോൾ അടിച്ചു എന്നാണല്ലേ പറയാം. അപ്പൊ ഗോൾ പദ്ധതി ഫുട്ബോളുമായി, ഗോൾ എന്തുമായി ബന്ധപ്പെട്ട, എന്ത് കളിയുമായി ബന്ധപ്പെട്ട ഗോള്? ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണല്ലേ. അപ്പൊ ഗോൾ പദ്ധതി എന്താ? ഫുട്ബോൾ വികസനവും പ്രചാരണം ലക്ഷ്യമിട്ട് സ്വകാര്യ പങ്കാളിത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. 5 വർഷം 5 ലക്ഷം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുക എന്നാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. സംസ്ഥാന ജലസ്രോതസ്സുകളിൽ മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള ക്യാമ്പയിനാണ് തെളിനീരൊഴുകും നവകേരളം. അപ്പൊ സംസ്ഥാന ജലസ്രോതസ്സുകൾ എന്താ? മലിനവിമുക്തമാക്കി നല്ല ശുദ്ധമായ ജലം ഒഴുകുന്നതിനുള്ള പദ്ധതി തെളിനീര് ഒഴുകും നവകേരളം. ഒരു സർവകലാശാല ഒരു ഗ്രന്ഥശാല പദ്ധതി ആരംഭിച്ചത് കേരള സർവകലാശാലയാണ് കേട്ടോ. ഒരു സർവകലാശാല ഒരു ഗ്രന്ഥശാല പദ്ധതി ആരംഭിച്ചത് ആരാണ്? കേരള സർവകലാശാലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാൻ ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ജലധാര. ഓക്കെ, അപ്പൊ ഒരു ഫുട്ബോൾ വികസനം പ്രചാരണം ലക്ഷ്യമിട്ട് സംസ്ഥാന പങ്കാളിത്തോടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ഗോൾ പദ്ധതി. അപ്പൊ ഗോൾ എന്ന് പറയുമ്പോൾ ഫുട്ബോളുമായി കണക്ട് ചെയ്യുക. സംസ്ഥാന ജലസ്രോതസ്സുകളിൽ മലിനീകരണം നിയന്ത്രിക്കുന്നതിനായുള്ള ക്യാമ്പയിൻ എന്താണ്? മലിനീകരണം നിയന്ത്രിച്ച് നല്ല തെളിനീരൊഴുകും നവകേരളം. ഒരു സർവകലാശാല ഗ്രന്ഥശാല പദ്ധതി കേരള സർവകലാശാല. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ജലധാര. അപ്പൊ എന്താണ്? വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ. അപ്പൊ ജലം എന്താണ്? ജലധാരയിൽ നിന്ന്, ജലത്തിന്റെ ഒഴുക്കിൽ നിന്ന് രക്ഷിക്കാനുള്ള പദ്ധതി. തിരുവനന്തപുരം ജില്ലയെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ജില്ലാ ഭരണകൂടം ഓപ്പറേഷൻ ജലത്തിന്റെ ഒഴുക്കിൽ നിന്ന്, ജലധാര എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരയായി ചാടുക, നല്ല ഒഴുക്കിൽ ചാടുക. അപ്പോ ജലത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ജലധാര. അടുത്തൊരു പദ്ധതിയാണ് പടവുകൾ. പടവുകൾ എന്താണ് ഈ പടവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്ത് ഓർക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന പദ്ധതി വനിതാ ശിശു വികസന വകുപ്പാണ് കേട്ടോ നടപ്പിലാക്കുന്നത്. എന്താണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം. അവര് പിന്നോക്കം നിൽക്കുന്ന അവരെങ്ങനെയാണ്? പടവുകൾ കയറി വിജയത്തിലേക്ക് പോകുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി ഓപ്പറേഷൻ ഹലോ ടാക്സി. ഓപ്പറേഷൻ ഹലോ ടാക്സി. ഓപ്പറേഷൻ എന്നൊരു വാക്കും കൂടി ഉണ്ട് കേട്ടോ. ഓപ്പറേഷൻ ഹലോ ടാക്സി. എന്താണ് ഈ ഓപ്പറേഷൻ ഹലോ ടാക്സി? അതായത് വ്യാജ ടാക്സികൾ പിടികൂടുന്നതിനായുള്ള പദ്ധതി. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യാജ ടാക്സി പിടികൂടുന്നതിനുള്ള പദ്ധതിയാണ് ഇത് ഓപ്പറേഷൻ ഹലോ ടാക്സി എന്ന് പറയുന്നത് എന്നുകൂടി ഒന്ന് ഓർക്കുക കേട്ടോ. ഇനി കാരവാൻ ടൂറിസം. അടുത്ത പദ്ധതിയാണ് കാരവാൻ ടൂറിസം. കാരവാൻ ടൂറിസം എന്താണ് കാരവാൻ ടൂറിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് വിനോദസഞ്ചാരികൾക്ക് കാരവൻ പാർക്കുകളിലൂടെ നാട്ടിൻപുറങ്ങളുടെ സൗകര്യം ആസ്വദിക്കാൻ ആരംഭിച്ച പദ്ധതി. കേരളത്തിലെ ആദ്യ കാരവൻ പാർക്കിംഗ് വാഗമണിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ കാരവൻ പാർക്കിംഗ് എവിടെയാണ്? വാഗമൺ. വിനോദസഞ്ചാരികൾക്ക് കാരവൻ പാർക്കിങ്ങുകളിലൂടെ എന്താണ്? നാട്ടിൻപുറങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. നെക്സ്റ്റ് വൺ ഓപ്പറേഷൻ ഫോക്കസ്. ഓപ്പറേഷൻ എന്നൊരു വാക്കുണ്ടേ, ഓപ്പറേഷൻ ഫോക്കസ്. എന്താണ് ഓപ്പറേഷൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ? വാഹനങ്ങളിൽ അമിത ലൈറ്റ് പിടികൂടുന്നതിനായി, വാഹനങ്ങളിൽ അമിത ലൈറ്റ് പിടികൂടുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ഓപ്പറേഷൻ ഫോക്കസ് എന്ന് പറയുന്ന പദ്ധതി. ഇനി വേണ്ട വിട്ടുവീഴ്ച. അടുത്ത പദ്ധതി പേരാണ് ഇനി വേണ്ട
വിട്ടുവീഴ്ച. എന്താണ് ഇനി വേണ്ട വിട്ടുവീഴ്ച എന്ന് പറയുന്ന പദ്ധതിയുടെ പ്രത്യേകത? ഇനി വേണ്ട വിട്ടുവീഴ്ച സ്ത്രീകൾ നേരിടുന്ന സാമൂഹ്യ വിലക്കുകൾ പൊളിച്ചെഴുതുന്നതിനായി ആരംഭിച്ച പ്രചാരണ പരിപാടിയാണേത്? ഇനി വേണ്ട വിട്ടുവീഴ്ച. സ്ത്രീകളുടെ വസ്ത്രധാരണം, പെരുമാറ്റം, ചിന്തകൾ തുടങ്ങിയവ ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ തിരുത്തുകയാണ് ഇനി വേണ്ട വിട്ടുവീഴ്ച എന്ന പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. വനിതാ ശിശു വികസന വകുപ്പാണ് ഈ പദ്ധതി ആരംഭിച്ചത് എന്ന് കൂടി ഒന്ന് ഓർക്കുക കേട്ടോ. നെക്സ്റ്റ് ജല ബഡ്ജറ്റ് ആണ്. ജല ബഡ്ജറ്റ് എന്താണ്? ജല ബഡ്ജറ്റ് അതായത് ജലലഭ്യതയും ഉപയോഗവും അറിയുക എന്ന ലക്ഷ്യത്തോടെ വരുന്ന നവകേരള മിഷൻ പദ്ധതിയാണ്. ജലലഭ്യതയും ഉപയോഗവും അറിയുക എന്ന ലക്ഷ്യത്തോടെ വരുന്ന നവകേരളം പദ്ധതിയാണ് ഏത്? ഈ ഒരു പദ്ധതി കേരള ഹരിത കേരള മിഷനും ജലസേചന വകുപ്പും കേന്ദ്ര വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് എന്നിവയുടെ കീഴിലാണ് ഈ ഒരു ജല ബഡ്ജറ്റ് വരുന്നത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി കരുതൽ ക്യാമ്പയിൻ അടുത്താണ്. കരുതൽ ക്യാമ്പയിൻ. കരുതൽ ക്യാമ്പയിൻ എന്താണ് ഈ കരുതൽ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ? അതായത് കോവിഡ് പ്രതിസന്ധിയിലായിരുന്ന കുടുംബശ്രീ സംരംഭങ്ങൾക്ക് കൃഷി സംഘങ്ങൾക്കുമായി നടത്തുന്ന ക്യാമ്പയിൻ ആണ്. കോവിഡ് പ്രതിസന്ധിയിലുള്ള കുടുംബശ്രീ സംരംഭങ്ങൾക്കും കൃഷി സംഘങ്ങൾക്കുമായി നടത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഏത്? കരുതൽ ക്യാമ്പയിൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് പദ്ധതിയാണ് കോഴിയും കൂടും. കോഴിയും കൂടും എന്താണ് ഈ കോഴിയും കൂടും? പാർക്കിംഗ് സ്റ്റഡി മെറ്റീരിയൽ, സ്റ്റോർ കീപ്പർ, അറ്റൻഡർ, സെയിൽസ്മാൻ, സെയിൽസ്വുമൺ, മാട്രം ഗ്രേഡ് 1 സ്റ്റഡി മെറ്റീരിയൽസോ അതുപോലെ തന്നെ മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല എഫേർട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോ കോഴിയും കൂടും എന്താണ്? മുട്ട ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത. മുട്ട ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തുന്നതിന് വേണ്ടി സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ പദ്ധതിയാണ് കോഴിയും കൂടും കേട്ടോ. ഇനി ഡിജിറ്റൽ സേഫ് ആണ് അടുത്ത പദ്ധതി. ഡിജിറ്റൽ സേഫ് എന്താണ് ഡിജിറ്റൽ സേഫ് എന്നോട് ഉദ്ദേശിക്കുന്ന പദ്ധതി? സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? ഡിജിറ്റൽ സേഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത പദ്ധതി എന്ന് പറയുന്നത് നോക്കാം. ഓപ്പറേഷൻ സൈലൻസ്. ഓപ്പറേഷൻ സൈലൻസ് ആണ് അടുത്ത പദ്ധതി. എന്താണ് ഈ ഓപ്പറേഷൻ സൈലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൈലൻസിൽ മാറ്റം വരുത്തി അമിത ശബ്ദം ഉണ്ടാക്കുന്ന വാഹനങ്ങളെ പിടികൂടുന്നത്. അപ്പോൾ അമിത ശബ്ദം ഉണ്ടാക്കുന്ന വാഹനങ്ങളെ പിടികൂടുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? ഓപ്പറേഷൻ സൈലൻസ് എന്ന് പറയുന്നത് കേട്ടോ. പ്രൊജക്ട് മാനേജ്മെന്റ് അടുത്ത പദ്ധതിയാണ് പ്രൊജക്ട് മാനേജ്മെന്റ്. പ്രൊജക്ട് മാനേജ്മെന്റ് പദ്ധതി പ്രത്യേകത എന്താണെന്ന് നോക്കിയാലോ. എന്താണ് പ്രൊജക്ട് മാനേജ്മെന്റ് പദ്ധതി? പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതിയെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാനും സുതാര്യത വരുത്താനും പരിശോധിക്കാനും വേണ്ടി നിലവിൽ വന്ന സംവിധാനമാണ് ഇത് പ്രൊജക്ട് മാനേജ്മെന്റ്. പൊതുമരാമത്ത് വകുപ്പാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. ഇനി നെക്സ്റ്റ് പദ്ധതി വൃക്ഷ സമൃദ്ധി പദ്ധതിയാണ് കേട്ടോ. വൃക്ഷ സമൃദ്ധി പദ്ധതി എന്താണ് ഈ വൃക്ഷ സമൃദ്ധി പദ്ധതി എന്ന് നമുക്ക് നോക്കാം. നല്ല ഇനം തൈകൾ ഉൽപ്പാദിപ്പിച്ചും അതുപോലെ തന്നെ വനേതര പ്രദേശങ്ങളിൽ വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിച്ചും അവയുടെ പരിപാലനത്തിനുമായി നടത്തുന്ന തൊഴിലുറപ്പ് പദ്ധതി. നല്ല ഇനം തൈകൾ ഉൽപ്പാദിപ്പിച്ചും വനേതര പ്രദേശങ്ങളിൽ വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിച്ചും അവയുടെ പരിപാലനത്തിന് നടത്തുന്ന തൊഴിലുറപ്പ് പദ്ധതിയാണ് ഏത്? നമ്മുടെ വൃക്ഷ സമൃദ്ധി പദ്ധതി. വനംവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഓർക്കുക കേട്ടോ. ഇനി അടുത്ത് കരുതലാണ്. കരുതൽ നിലാരംഭരായ ട്രാൻസ്ജെൻഡേഴ്സിനെ സഹായിക്കാൻ ആരംഭിച്ച പദ്ധതി. സാമൂഹ്യനീതി വകുപ്പ് നിലാരംഭരായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ സഹായിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? കരുതൽ പദ്ധതി. നെക്സ്റ്റ് പദ്ധതി വരുന്നത് പ്രവാസി തണൽ പദ്ധതിയാണ് കേട്ടോ. പ്രവാസി തണൽ പദ്ധതി എന്താണ് ഈ പ്രവാസി തണൽ പദ്ധതി എന്ന് പറഞ്ഞാൽ? കോവിഡ് ബാധിച്ച് വിദേശത്തോ സ്വദേശത്തോ വച്ച് മരണമടഞ്ഞ പ്രവാസി മലയാളികളുടെയും മടങ്ങിയെത്തിയ വിദേശ മലയാളികളുടെയും അവിവാഹിതരായ പെൺമക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? പ്രവാസി തണൽ പദ്ധതി. അതാണ് കോവിഡ് ബാധിച്ച് സ്വദേശത്ത് വെച്ച് മരണമടഞ്ഞ പ്രവാസി മലയാളികളുടെയും മടങ്ങിയെത്തിയ വിദേശ മലയാളികളുടെയും അവിവാഹിതരായ പെൺമക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? പ്രവാസി തണൽ പദ്ധതി കേട്ടോ. ഇനി അടുത്ത പദ്ധതി ഉണർവാണ്. ഉണർവ്
സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിമുക്തി പദ്ധതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി. എക്സൈസ് വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗം തടയാൻ വിമുക്തി പദ്ധതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ഉണർവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പദ്ധതിയാണ് തെളിമ. റേഷൻ കാർഡിലെ പിശകുകൾ തിരുത്താനും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും ആരംഭിച്ച പദ്ധതി. കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ് ഈ പദ്ധതി ആരംഭിച്ചത്. റേഷൻ കാർഡിലെ പിശകുകൾ തിരുത്താനും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും ആരംഭിച്ച പദ്ധതിയാണ് ഏത്? തെളിമ എന്ന് പറയുന്നത്. ദെൻ കതിർ പദ്ധതി. കതിർ കേരളത്തിലെ വനാശ്രിത സമൂഹത്തെ വിദ്യാഭ്യാസ സാമൂഹ്യ വികസനം നടപ്പിലാക്കുന്ന പദ്ധതി. കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹ്യ വികസനം നടപ്പിലാക്കുന്ന പദ്ധതി. സംസ്ഥാന വന വികസന എമർജൻസി ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കൂടി ഓർക്കുക. അടുത്ത പദ്ധതി പേരാണ് അരികെ. അരികെ എന്താണ് ഈ പദ്ധതി പ്രത്യേകത? അരികെ എന്ന് പറയുന്ന പദ്ധതി സമഗ്ര പാലിയേറ്റീവ് വയോജന പരിപാലനത്തിന് തയ്യാറാക്കുന്ന പദ്ധതി. സമഗ്ര പാലിയേറ്റീവ് വയോജന പരിപാലനം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? അരികെ. സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് പദ്ധതി ഞാനും കൃഷിയിലേക്ക്. ഞാനും കൃഷിയിലേക്ക് എന്ന് പറയുന്ന പദ്ധതിയാണ്. എന്താണ് ഈ പദ്ധതി പ്രത്യേകത? ഞാനും കൃഷിയിലേക്ക് അതായത് കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായുള്ള പദ്ധതി. കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായിട്ടുള്ള ക്യാമ്പയിൻ ആണ് ഞാനും കൃഷിയിലേക്ക്. കേരള സർക്കാരാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ബാലസൗഹൃദ കേരളം. അടുത്ത പദ്ധതി പേരാണെന്ത്? ബാലസൗഹൃദ കേരളം. ബാലസൗഹൃദ കേരളം. വീടും വിദ്യാലയവും സാമൂഹ്യ ചുറ്റുപാടുകളും ഇണങ്ങുന്ന വിധം മാറ്റുക നിർദ്ദേശത്തോടെ ആസൂത്രണം ചെയ്യപ്പെട്ട പദ്ധതി. വീടും വിദ്യാലയവും സാമൂഹ്യ ചുറ്റുപാടുകളും ഇണങ്ങുന്ന വിധം മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ബാലസൗഹൃദ കേരളം. ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ് ഈ പദ്ധതി ആരംഭിച്ചത്. നെക്സ്റ്റ് പദ്ധതി എന്ന് പറയുന്നത് ഷീ റേഡിയോ ആണ് കേട്ടോ. ഷീ റേഡിയോ. എന്താണ് ഈ ഷീ റേഡിയോ? വാക്കി തന്നെ ഉണ്ടല്ലേ. സ്ത്രീ പുരുഷ സമത്വം എന്ന വിഷയം മുൻനിർത്തി സാംസ്കാരിക വകുപ്പും ആസൂത്രണം ചെയ്ത സമം എന്ന പദ്ധതിയുമായി കൈകോർത്തു അവതരിപ്പിക്കപ്പെട്ട പ്രക്ഷേപണ പരിപാടിയാണ് ഏത്? ഷീ റേഡിയോ. സ്ത്രീ പുരുഷ സമത്വം എന്ന വിഷയം മുൻനിർത്തി സാംസ്കാരിക വകുപ്പും ആസൂത്രണം ചെയ്ത് സമം എന്ന പദ്ധതിയുമായി കൈകോർത്ത് അവതരിപ്പിച്ച പ്രക്ഷേപണ പരിപാടിയാണ് ഏത്? ഷീ റേഡിയോ. മലയാള മിഷൻ റേഡിയോ മലയാളമാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ഇനി അടുത്തത് ഓപ്പറേഷൻ വാഹിനിയാണ് കേട്ടോ. ഓപ്പറേഷൻ വാഹിനി എന്താ പ്രത്യേകത? നീരൊഴുക്ക് തടസ്സപ്പെട്ടും നിർജീവമായ തോടുകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതി. എറണാകുളം ജില്ലാ ഭരണകൂടമാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് കേട്ടോ. അപ്പോ ഓപ്പറേഷൻ വാഹിനിയുടെ പ്രത്യേകത എന്താ? നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജീവമായ തോടുകളെ പുനരധിവസിക്കുന്ന പദ്ധതിയാണ് ഏത്? ഓപ്പറേഷൻ വാഹിനി എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ നമ്മൾ ഏതൊക്കെ ഇപ്പൊ നോക്കി. ഉണർവ് എന്തായിരുന്നു? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിമുക്തി പദ്ധതിയുടെ നേതൃത്വം നടപ്പിലാക്കുന്ന പദ്ധതി. തെളിമ എന്തായിരുന്നു? റേഷൻ കാർഡിലെ പിശുക്കുകൾ തിരുത്തി പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ ആരംഭിച്ച പദ്ധതി. കതിർ എന്തായിരുന്നു? കേരളത്തിലെ വനചിത്ര സമൂഹത്തിന് വിദ്യാഭ്യാസ സാമൂഹ്യ വികസനം നടപ്പിലാക്കുന്ന പദ്ധതി. ദെൻ അരികെ സമഗ്ര പാലിയേറ്റീവ് വയോജന പരിപാലനം തയ്യാറാക്കുന്ന പദ്ധതി. ദെൻ ഞാനും കൃഷിയിലേക്ക് കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് ആരംഭിച്ച ക്യാമ്പയിൻ ആണ് ഞാനും കൃഷിയിലേക്ക് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സൈലൻസ് എന്തായിരുന്നു? അമിത ശബ്ദം ഉണ്ടാക്കുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനുള്ള പദ്ധതിയാണ്. വൃക്ഷസമൃദ്ധി പദ്ധതി എന്താ? നല്ല ഇനം തൈകൾ ഉത്പാദിപ്പിച്ചു വനേതര പ്രദേശങ്ങൾ വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിച്ചുള്ള പദ്ധതിയായിരുന്നു കരുതൽ. നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിനെ സഹായിക്കുന്ന പദ്ധതിയാണ് കരുതൽ. പ്രവാസി തണൽ പദ്ധതി എന്താ? കോവിഡ് ബാധിച്ച് വിദേശത്ത് സ്വദേശത്തോ വച്ച് മരണമടഞ്ഞ പ്രവാസി മലയാളികളുടെ മടങ്ങിയെത്തിയ വിദേശ മലയാളികളുടെ വിവാഹിതരായ പെൺമക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയായിരുന്നു ഇത്. പിന്നെ നമ്മൾ എന്തൊക്കെ നോക്കി? ജല ബഡ്ജറ്റ് നോക്കി. ജലലഭ്യതയും ഉപയോഗവും അറിയിക്കുന്ന ലക്ഷ്യത്തോടെ വന്ന പദ്ധതിയാണേത്. ഇനി വേണ്ട വിട്ടുവീഴ്ച സ്ത്രീകൾ നേരിടുന്ന സാമൂഹ്യ വിലക്കുകൾ പൊളിച്ചെഴുതുന്നതിനുള്ള പദ്ധതിയായിരുന്നു. ദെൻ ഓപ്പറേഷൻ ഫോക്കസ് വാഹനങ്ങൾ അമിത ലൈറ്റ് പിടിക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു. ദെൻ കാരവാൻ ടൂറിസം വിനോദസഞ്ചാരികൾക്ക് കാരവാൻ പാർക്കുകളിലൂടെ നാട്ടുപുറങ്ങൾ സൗന്ദര്യം ആസ്വദിക്കാൻ ആരംഭിച്ച പദ്ധതിയായിരുന്നു. ദെൻ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് നഗരങ്ങളിലെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് കേട്ടോ. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി നഗരങ്ങളിലെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ദെൻ അതുപോലെ കുറച്ച് പദ്ധതി കൂടി നമ്മൾ നോക്കിയല്ലോ. സൗര എന്തായിരുന്നു? പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയാണ്. ദെൻ പടവുകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവയുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി. ദെൻ ഓപ്പറേഷൻ ഹലോ ടാക്സി വ്യാജ ടാക്സികൾ പിടിക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു. ഇനി അടുത്തൊരു പദ്ധതി നമുക്ക് പരിചയപ്പെടാം. അതാണ് ആശ്വാസകിരണം. ആശ്വാസകിരണം എന്താണ് ആശ്വാസകിരണത്തിന്റെ പ്രത്യേകത? മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നതിന് മാസം ധനസഹായം നൽകുന്ന പദ്ധതി.
മുഴുവൻ സമയം പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നതിന് മാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? ആശ്വാസ കിരണം എന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് സ്നേഹപൂർവം. എന്ന സ്നേഹപൂർവ്വം പദ്ധതി പ്രത്യേകത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അനാഥരായ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അനാഥരായ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? സ്നേഹപൂർവ്വം. മാതാപിതാക്കൾ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായോ സാമ്പത്തികപരമായോ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ 1 മുതൽ ഡിഗ്രി തലം വരെയുള്ള പഠനത്തിന് സഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? സ്നേഹപൂർവ്വം കേട്ടോ. സ്നേഹപൂർവ്വം നടപ്പിലാക്കുന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ്. ഇതാണ് നടപ്പിലാക്കുന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു പദ്ധതിയാണ് കാവൽ പ്ലസ്. കാവൽ പ്ലസ് പദ്ധതി. എന്താണ് ഈ കാവൽ പ്ലസ് പദ്ധതി? പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി സംരക്ഷണം ഉറപ്പാക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി. അപ്പോ ഈ പദ്ധതി ലക്ഷ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ഒറ്റപ്പെട്ടുപോയ കുട്ടികളെ സമൂഹത്തിന്റെ ഭാഗമാക്കുകയും ഒക്കെ ചെയ്യുക എന്താണ് കേട്ടോ. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി സംരക്ഷണം ഉറപ്പാക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? കാവൽ പ്ലസ് എന്ന് പറയുന്നത്. അടുത്തൊരു പദ്ധതി ഉണ്ട്, അതാണ് പിങ്ക് സുരക്ഷ. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് അവഹേളനങ്ങൾ, സൈബർ ലോകത്തിന്റെ അതിക്രമങ്ങൾ, പൊതു സൗകര്യ ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ തടയുന്നതിനായി കേരള പോലീസിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? പിങ്ക് സുരക്ഷ കേട്ടോ. അപ്പോ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് അവഹേളനങ്ങൾ, സൈബർ ലോകത്തെ അതിക്രമങ്ങൾ, പൊതു സ്വകാര്യ ഇടവേളകളിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം തടയുന്നതിനായിട്ടുള്ള കേരള പോലീസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? പിങ്ക് സുരക്ഷയാണെന്ന് ഓർക്കുക കേട്ടോ. അടുത്തൊരു പദ്ധതിയാണ് സ്മാർട്ട് കിച്ചൺ. എന്താണ്? വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാന ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട കേരള സർക്കാർ പദ്ധതി. വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാന ഭാരം കുറയ്ക്കാനായിട്ട് ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? സ്മാർട്ട് കിച്ചൺ എന്നുകൂടി ഓർക്കുക. നെക്സ്റ്റ് പദ്ധതിയാണ് ചിരി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. എന്താണ്? കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ചിരി പദ്ധതി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് മന്ദഹാസം. മന്ദഹാസത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മന്ദഹാസം പദ്ധതി എന്താ പ്രത്യേകത? ദാരിദ്ര്യരേഖ താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് സൗജന്യമായി കൃത്രിമ ടൂത്ത് സെറ്റ് നൽകുന്ന പദ്ധതി. ദാരിദ്ര്യരേഖ താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് സൗജന്യമായിട്ട് എന്താണ്? കൃത്രിമ ടൂത്ത് ടെസ്റ്റ് സെറ്റ് നൽകുന്ന പദ്ധതിയാണ് ഏത്? മന്ദഹാസം. നെക്സ്റ്റ് വൺ പുന്നേക്കൈയാണ്. അതെന്താ? മന്ദഹാസം മാതൃകയിൽ തമിഴ്നാട് നടപ്പിലാക്കുന്ന പദ്ധതി. മന്ദഹാസത്തിന്റെ മാതൃകയിൽ തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേട്ടോ പുന്നേക്കൈ എന്ന് പറയുന്നത്. മറ്റൊരു പദ്ധതിയാണ് പുഞ്ചിരി. അതെന്താ? 6 മുതൽ 16 വയസ്സുള്ള ദന്താരോഗ്യ പരിചരണം നൽകുന്ന പദ്ധതി. 6 മുതൽ 16 വയസ്സുള്ള കുട്ടികൾക്ക് ദന്താരോഗ്യ പരിചരണം നൽകുന്ന പദ്ധതിയാണ് ഏത്? പുഞ്ചിരി. നെക്സ്റ്റ് വൺ വെളിച്ചമാണ്. വെളിച്ചം. എന്താ വെളിച്ചത്തിന് പ്രത്യേകത? തൊഴിലാളികളിലും ആദിവാസികളിലും എന്താണ്? അർബുദം തടയാൻ നടപ്പിലാക്കുന്ന പദ്ധതി. അതിഥി തൊഴിലാളികളും ആദിവാസികളിലും അർബുദം തടയാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? വെളിച്ചം എന്ന് പറയുന്ന പദ്ധതി. ദെൻ അടുത്ത പദ്ധതിയാണ് മിഠായി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി. ഇപ്പോ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴില് ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് എന്താണ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഏത്? നമ്മുടെ മിഠായി എന്ന് പറയുന്നത്. മറ്റൊരു പദ്ധതിയാണ് സ്നേഹിത. മറ്റൊരു പദ്ധതി നമുക്ക് നോക്കാം, അതാണ് സ്നേഹിത പദ്ധതി. എന്താ പ്രത്യേകത? ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീ പദ്ധതി. ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ഏത്? സ്നേഹിത. ഇനി അടുത്തത് വിദ്യാവാഹിനിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ നോക്കിയിരുന്നു അല്ലെ വിദ്യാവാഹിനി, അത് വേണ്ട. ഇനി ബാലമിത്ര നോക്കാം. ബാലമിത്ര. എന്താ ബാലമിത്രയുടെ പ്രത്യേകത?
കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പദ്ധതിയാണ് ഏത്? ബാലമിത്ര. ഇനി മറ്റൊന്നാണ് രചന. രചന എന്ന് പറയുന്ന പദ്ധതി 25 വർഷം തികച്ച കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയാണ് ഏത്? രചന. 25 വർഷം തികച്ച കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടി രചന. ദെൻ വർണ്ണം എന്ന് പറയുന്ന പദ്ധതി. വർണ്ണം. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ സാമ്പത്തിക സഹായ പദ്ധതി. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? വർണ്ണം. ദെൻ ആശാധാര. ആശാധാര. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി. രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ആശാധാര എന്ന് പറയുന്നത്. ദെൻ വിവകേരളം. അടുത്ത പദ്ധതി പേരാണ് വിവകേരളം. 15 മുതൽ 59 വരെ പ്രായമുള്ള കുട്ടികളിലും സ്ത്രീകളിലും അനീമിയ കണ്ടെത്തുകയും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? വിവകേരളം. 15 മുതൽ 59 വരെ പ്രായമുള്ള കുട്ടികളിൽ സ്ത്രീകളിലും അനീമിയ കണ്ടെത്തുകയും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അത് വിവകേരളമാണ്. നെക്സ്റ്റ് വൺ വർണ്ണക്കൂടാരമാണ് കേട്ടോ. വർണ്ണക്കൂടാരം. വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതി. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? വർണ്ണക്കൂടാരം എന്ന് പറയുന്ന പദ്ധതി. ദെൻ അടുത്ത പദ്ധതിയെ കുറിച്ച് പഠിക്കാം. അടുത്ത പദ്ധതിയാണ് മാറ്റം. സംസ്ഥാനത്ത് നഗരങ്ങളിൽ ഖരമാലിന്യ പരിപാലന സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ആധുനിക ശാസ്ത്രീയ സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും കേരള സർവകലാശാല, ലോകബാങ്ക്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന കേരള മലിനീകരണ ഖരമാലിന്യ പരിപാലന പദ്ധതിയാണ് ഏത്? മാറ്റം എന്ന് പറയുന്നത് കേട്ടോ. മാറ്റം എന്താണ്? സംസ്ഥാനത്ത് നഗരങ്ങളിലെ ഖരമാലിന്യ പരിപാലനങ്ങൾ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് ഏത്? മാറ്റം. പദ്ധതിയുടെ കാലാവധി 2027 വരെയാണ് കേട്ടോ. പദ്ധതിയുടെ കാലാവധി 2027 വരെയാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഉന്നതി. ഉന്നതി പദ്ധതിയെ കുറിച്ച് നോക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ശാക്തീകരണത്തിന് വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ടുള്ള പദ്ധതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ശാക്തീകരണത്തിന് വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ഏത്? ഉന്നതി എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഉയരെ എന്ന് പറയുന്ന പദ്ധതിയാണ്. ഉയരെ. എന്താണ് ഉയരെ? വിദ്യാലയങ്ങളിൽ ലഹരി വിമുക്തമാക്കാൻ ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ഉയരെ. അപ്പോൾ ഉയരെ ആരംഭിച്ചത് 2023 കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഈ ഉയരെ. അപ്പോൾ വിദ്യാലയങ്ങളിൽ ലഹരി വിമുക്തമാക്കാൻ ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ഉയരെ എന്ന് പറയുന്ന പദ്ധതി. ഇനി നെക്സ്റ്റ് സജ്ജമാണ്. സജ്ജം. പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാൻ ബാലസഭയിൽ അംഗങ്ങളായിട്ട് നമ്മൾ ഓൾറെഡി നോക്കിയിരുന്നു അല്ലെ. 13 മുതൽ 17 വയസ്സുള്ള കുട്ടികളെ സജ്ജരാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ഇത് സജ്ജം എന്ന് പറയുന്ന പദ്ധതി. അതുപോലെ മറ്റൊന്നാണ് താലോലം. ജന്മന ഹൃദ്രോഗ വൈകല്യമുള്ള ഗുരുതര ആരോഗ്യങ്ങളും കഷ്ടപ്പെടുന്ന 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സ ചെലവിനായി ധനസഹായം നൽകുന്ന പദ്ധതി. ജന്മനായുള്ള ഹൃദ്രോഗ വൈകല്യങ്ങളും മറ്റു ഗുരുതര രോഗങ്ങളും കഷ്ടപ്പെടുന്ന 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സാ ചെലവിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? താലോലം എന്ന് പറയുന്ന പദ്ധതി. ദെൻ അതുപോലെ പദ്ധതിയാണ് വയോമിത്രം കേട്ടോ. വയോജനങ്ങളുടെ ആരോഗ്യം മാനസിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏത്? വയോമിത്രം പദ്ധതി. വയോമിത്രം പദ്ധതിക്കായി ലഭ്യമാക്കുന്ന സൗകര്യങ്ങൾ 65 വയസ്സിന് മുകളിലുള്ളവരുടെ ആരോഗ്യ പരിപാലനത്തിനും നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക്ക്, പാലിയേറ്റീവ് കെയർ, ആംബുലൻസ്, ഹെൽത്ത് ഡെസ്ക് എന്നിവയൊക്കെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട് നൽകുന്ന സൗകര്യങ്ങളാണെന്ന് കൂടി ഓർക്കുക. മറ്റൊരു പദ്ധതിയാണ് സമാശ്വാസം. അതായത് വൃക്ക കരൾ രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? സമാശ്വാസം പദ്ധതി കേട്ടോ. സമാശ്വാസം പദ്ധതിയുടെ ഗുണഭോക്താക്കള് വൃക്ക തകരാറിലായവര്, അതുപോലെ ഡയാലിസിസ് വേണ്ടി വരുന്ന വ്യക്തികള്, അതുപോലെ കരൾ മാറ്റിവെക്കപ്പെടുന്ന വിധേയരായിട്ടുള്ള വ്യക്തികൾ എന്നിവയൊക്കെ ഈ ഒരു പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. അടുത്തത് അഭയകിരണമാണ്. ഭർത്താവ് മരിച്ച
സ്ത്രീകളിൽ പരിപാലിക്കുന്നതിന് ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന വനിതാ ശിശു വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? അഭയ കിരണം കേട്ടോ. ഭർത്താവ് മരിച്ച അശരണായ സ്ത്രീകളെ പരിപാലിക്കുന്നതിന് ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന വനിതാ ശിശു വകുപ്പിന്റെ പദ്ധതി ഏതാണ്? അഭയ കിരണമാണെന്ന് കൂടി ഓർക്കുക. നെക്സ്റ്റ് ബ്ലോസം പദ്ധതിയാണ്. കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിലെ മാനസിക സാമൂഹ്യ തലങ്ങളിൽ മാറ്റം വരുന്ന പദ്ധതി. കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളുടെ മാനസിക സാമൂഹ്യ തലങ്ങളിൽ മാറ്റം വരുന്ന പദ്ധതിയാണ് ഏത്? ബ്ലോസം പദ്ധതി എന്ന് പറയുന്നത്. ഇനി കെ സ്മാർട്ട് പദ്ധതി. സംസ്ഥാനത്തെ മുഴുവൻ കോർപ്പറേഷനുകളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത്? കെ സ്മാർട്ട് കേട്ടോ. സംസ്ഥാനത്തെ മുഴുവൻ കോർപ്പറേഷനുകളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? കെ സ്മാർട്ട് ആണ്. ദെൻ ആലയ് എന്ന് പറയുന്ന പദ്ധതി. കെ സ്മാർട്ട് നമ്മൾ നോക്കി. നെക്സ്റ്റ് വൺ ആലയ്. എന്താണ് ആലയ് പദ്ധതി പ്രത്യേകത? സംസ്ഥാനത്തെ ആദ്യ തൊഴിലാളികൾക്ക് വൃത്തിയുള്ളതും സുരക്ഷിതവുമായ താമസ സൗകര്യം ഉറപ്പാക്കാൻ ആരംഭിച്ച പദ്ധതി. സംസ്ഥാനത്തെ ആദ്യ തൊഴിലാളികൾക്ക് വൃത്തിയുള്ളതും സുരക്ഷയുമായിട്ട് താമസ സൗകര്യം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏത്? ആലയ്. ദെൻ അടുത്ത പദ്ധതി മെഡിസെപ്പ് ആണ് കേട്ടോ. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? മെഡിസെപ്പ്. മെഡിസെപ്പ് പദ്ധതി പ്രകാരം ജീവനക്കാർക്ക് അടക്കേണ്ട പ്രതിമാസ പ്രീമിയം 500 രൂപയാണ്. മെഡിസെപ്പ് അടത്തപ്പിന് കരാർ ലഭിച്ച പൊതുമേഖലാ സ്ഥാപനം ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് കേട്ടോ. സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഈ ഒരു ഇൻഷുറൻസ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഓർക്കുക. അടുത്തൊരു പദ്ധതിയാണ് തീരദേശവാസികളുടെ യുവതികൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് സാഗർമാല കേട്ടോ. ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാകുന്ന കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സാഗർമാല. അതുപോലെ കെ ഫോൺ മാതൃക ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഭാരത് നെറ്റ് ആണ് കേട്ടോ. കെ ഫോൺ മാതൃകയിൽ ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ്? അത് ഭാരത് നെറ്റ് ആണ്. സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന മുഖ്യമന്ത്രി പദ്ധതി മധ്യപ്രദേശിലാണ്. സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന സർക്കാരിന്റെ പദ്ധതി മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരള സർക്കാരിന്റെ മുഴുവൻ പദ്ധതികളെ കുറിച്ചും ആരോഗ്യക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പദ്ധതികൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ പദ്ധതികൾ ഇത്രയും പഠിക്കുവാൻ മസ്റ്റ് ആയിട്ട് ഇരുന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത. എല്ലാ പദ്ധതികളും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് അടിക്കാമെന്ന് കമന്റ് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.